സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. പണ്ട് രാജഭരണകാലത്ത് രാജാവിനെ കാര്യങ്ങളിലൊക്കെ തന്നെ ശുപാർശകൾ മുന്നോട്ട് വെച്ചിരുന്നത് കഴകങ്ങളാണ്. ഇന്നിപ്പോൾ ജനാധിപത്യ കാലത്തും ഏതാണ്ടൊക്കെ കഴക്കൂട്ടം തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന് ചുരുക്കം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വികസനം മുതൽ കുടിവെള്ള പ്രശ്നവും അഴിമതിയും വരെ ചർച്ചയാകുന്ന മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. സിപിഎമ്മിനെ സംബന്ധിച്ച് ഇത്തവണ കഴക്കൂട്ടം മണ്ഡലത്തിൽ അഭിമാന പോരാട്ടമാണ്. ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനാണ് മത്സര രംഗത്തുള്ളത്. UDF സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശരത്ചന്ദ്ര പ്രസാദിനെയാണ്. NDAയുടെ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മുരളീധരനെയാണ്. സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കേരളത്തിന്റെ IT നഗരമാണ് കഴക്കൂട്ടം. നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന് ജന്മം നൽകിയ ചെമ്പഴന്തിയും ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ വിദഗ്ധരെ പ്രദാനം ചെയ്ത കേരള സർവകലാശാലയും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജും കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും സ്ഥിതി ചെയ്യുന്ന മണ്ഡലം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 28 വാർഡുകളാണ് മണ്ഡലത്തിലുള്ളത്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ പൊടിപാറുന്ന ത്രികോണ മത്സരമാണ് അരങ്ങേറുന്നത്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുതിർന്ന കോൺഗ്രസ് നേതാവ് ശരത്ചന്ദ്ര പ്രസാദും നേർക്കുനേർ വരുമ്പോൾ ഇത്തവണ ആര് മണ്ഡലം പിടിക്കുമെന്നത് പ്രവചനാതീതമാണ്. തലസ്ഥാനത്തെ ചൂടുപിടിക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൽ കഴക്കൂട്ടം ഇത്തവണ എങ്ങോട്ട് മാറി മറിയുമെന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ യൂണിയനാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ഷന്റെ അതിൻ്റെ രീതി നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. ജയിക്കുമെന്ന് ഉറപ്പാണല്ലോ. രണ്ട് പ്രാവശ്യം ജയിച്ചതല്ലേ. അല്ലാതെ ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ജയിക്കുമെന്നാണ് നമ്മളെ ഉറപ്പായ വിശ്വാസം. ശബരിമല പുള്ളിക്കാരൻ അതിൽ ഇൻവോൾവ് അല്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നതല്ലേ. ഇൻവോൾവ് നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ. ഇത്തവണ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? കുഴപ്പമില്ല, നല്ല ചൂടായിട്ടില്ല, ചെറുതായിട്ട് വരുന്നുണ്ട്, ചൂട് വരുന്നേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ചർച്ച നടക്കുന്ന കഴക്കൂട്ടം മണ്ഡലമാണല്ലോ. ആണ് അത് നല്ലതാണ്. കാരണം മെയിനായിട്ട് വരേണ്ടത് വികസനമാണ്. വികസനത്തിന്റെ കാൽപ്പാട് ആര് വയ്ക്കുമോ അവർ ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ചർച്ച ചെയ്യുന്നത് CPM BJP ഡീലുണ്ട്, സ്വർണ്ണക്കൊള്ള, ശബരിമല വിഷയം, അതൊക്കെ ഇപ്പം കഴക്കൂട്ടത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. അത് പുറത്തൊന്നുമില്ല, ആ ഡീല് ഉണ്ടായിരിക്കോ ഇല്ലായിരിക്കും നമുക്ക് അറിഞ്ഞൂടാ. എങ്കിലും മുരളീധരനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കടകംപള്ളി ഒത്തിരി ശബരിമല കൊള്ള, മറ്റ് കേന്ദ്ര ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണെന്ന് ഒരു ഇത് ഇന്ത്യയിലേ ഉണ്ട്. അതുകൊണ്ടാണ് പുള്ളി ഇഷ്ടംപോലെ ഫണ്ട് വരുന്നുണ്ട്, കേന്ദ്രത്തിൽ നിന്നും ഇവിടുന്ന് ഇഷ്ടംപോലെ ഫണ്ട് വരുന്നുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം പറയാം. കാരണം നമ്മൾ ഈ കഴക്കൂട്ടം പാലവും നമ്മൾ പ്രതീക്ഷിച്ചല്ല, പക്ഷേ അത് നല്ല മുൻകൈ എടുത്ത് കഴക്കൂട്ടത്തിന്റെ പാലം വന്നു. അതുകൊണ്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം പറയാം. LDFും UDFും മാറി മാറി ജയിച്ച ചരിത്രമുള്ള കഴക്കൂട്ടം 2016 മുതൽ പ്രതിനിധീകരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. CPMന്റെ ടൈം വ്യവസ്ഥയും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും സ്ഥാനാർത്ഥിത്വത്തിന് തടസ്സമായേക്കാമെന്ന ആദ്യം ചർച്ചകൾ ഉയർന്നെങ്കിലും കടകംപള്ളി സുരേന്ദ്രനെ തന്നെ CPM കഴക്കൂട്ടം തിരിച്ചുപിടിക്കാൻ നിയോഗിക്കുമ്പോൾ 23,497 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് എന്നതാണ് LDFന്റെ ആത്മവിശ്വാസം. എന്തെങ്കിലും നമ്മുടെ നാടിന് അദ്ദേഹം നൽകിയിട്ടുണ്ടോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കുന്നത്? കേന്ദ്രമന്ത്രിയായിരുന്നു പറഞ്ഞാൽ മാത്രം കാര്യമുണ്ട്. തിരുവനന്തപുരത്തെ നഗരമണ്ഡലങ്ങളിൽ CPMന് ഏറ്റവും സംഘടനാ കരുത്തുള്ളതും കഴക്കൂട്ടത്താണ്. വികസനം പറഞ്ഞാണ് LDF വോട്ടർമാരെ സമീപിക്കുന്നത്. എങ്ങനെ കാണുന്നു നിലവിലെ രാഷ്ട്രീയ പരിസരത്ത് ഈ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ വളരെ കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ? പുറത്തും അകത്തും ചൂട് തന്നെയാണ്. ഈ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും നാടിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ പര്യടന പരിപാടികളിൽ വീടുകളിൽ പോയി ആളുകളെ കാണുമ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജനങ്ങളുമായി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ഈ നാടിൻ്റെ സവിശേഷമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന് അനുരോധമായി പ്രതികരിക്കാനുള്ള തയ്യാറെടുപ്പ് ജനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കഴക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ പൊതുവെ.
ഈ ശബരിമല വിവാദം മുതലാണ് ചർച്ചകൾ ഒരു പക്ഷേ ഇപ്പോഴും വലിയ തോതിൽ ഉയരുന്നത്. എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? ശബരിമല വിവാദമായിട്ട് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയും തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടിയും ഉപയോഗിക്കുകയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. 4-5 മാസമായി ഈ വിവാദം ഉയർന്നു തുടങ്ങിയിട്ട് ആ വിവാദത്തെ തങ്ങളുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ എൻ്റെ ഓർമ്മയിൽ നടക്കുന്ന ആദ്യത്തെ അന്വേഷണമാണെന്നാണ് തോന്നുന്നത്. UDFന്റെ കയ്യിലിരുന്ന മണ്ഡലം 2016-ൽ 7347 വോട്ടുകൾക്കാണ് കടകംപള്ളി സുരേന്ദ്രൻ പിടിച്ചെടുക്കുന്നത്. 2021-ൽ ഭൂരിപക്ഷം 3 ഇരട്ടിയിലധികം ഉയർത്തി. ഒന്നാം പിണറായി സർക്കാരിൽ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രിയായും രണ്ടാമത് MLA ആയും മണ്ഡലം പിടിച്ചു നിർത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണ സീറ്റ് നിലനിർത്താൻ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് മണ്ഡലത്തിൽ അണികളും നേതൃത്വവും. ഹൈക്കോടതിയുടെ 100% നേതൃത്വത്തിൽ നടക്കുന്നതായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ ഈ അന്വേഷണ സംവിധാനം. അത് കുറ്റമറ്റ അന്വേഷണ സംവിധാനമാണ്. കുറ്റവാളികൾ ആരായിരുന്നാലും പെടും. ആരെയെങ്കിലും യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കാൻ തുടങ്ങുമ്പോൾ അവർ ഏതാണ്ട് ദൈവതുല്യരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്ന BJPയുടെ നിലപാട് ശരിയല്ല. കുറ്റം ആര് ചെയ്താലും ശരി, അത് കുറ്റം തന്നെയാണ്. അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള ആശങ്കയും ജനങ്ങളെ സംബന്ധിച്ചില്ല. ഏറ്റവും ശരിയായിട്ടുള്ള അന്വേഷണം നടക്കുകയും കുറ്റവാളികൾ കുറേ പേര് അകത്തായിട്ടുണ്ട്, ബാക്കിയുള്ളവർ അകത്താകും എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഇവിടെ അത് എവിടെയും ചർച്ച ചെയ്യുന്നില്ല. അത് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കൊണ്ടുപിടിച്ച പരിശ്രമം BJPയും കോൺഗ്രസും നടത്തുന്നുണ്ട്. അതൊന്നും ഈ മണ്ണിൽ ഏശാൻ പോകുന്നില്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഡീല് വിവാദവും ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ഒരുപക്ഷെ സെന്റർ ചെയ്ത് നിൽക്കുന്നത്. എങ്ങനെയായിരിക്കും ഈ ഡീല് വിവാദം ചർച്ചകൾ ഉയരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിന് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയല്ലോ? എങ്ങനെയാണ് ഡീലിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് കുറച്ച് കാലമായിട്ട് ഇവർ പറയുന്നുണ്ട്. അതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ മാത്രമാണ് ആരൊക്കെയാണ് ഡീൽ അങ്ങനെ നടത്തിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ഡീലുണ്ട്, അത് ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടാണ്. അതിന് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. അതിൽ എല്ലാ ജാതിമത വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളവരുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടിട്ടുള്ളവരുണ്ട്. അവരുമായിട്ടെല്ലാം എനിക്ക് ഡീലുണ്ട്. ആ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം അവരെനിക്ക് സമ്മാനിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ രാഷ്ട്രീയ തുടർച്ചയാണ് ഒരു ഭരണ തുടർച്ചയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയരുന്ന സംശയം എന്ന് പറയുന്നത് 10 വർഷം വരുന്ന സർക്കാർ വീണ്ടും അധികാരത്തിലേറിയാൽ ഏത് തരത്തിലായിരിക്കും പ്രത്യയശാസ്ത്രത്തെ ഇത് ബാധിക്കുക എന്നതുൾപ്പെടെയുള്ള ചർച്ചകളുണ്ട്. പ്രത്യേകിച്ച് ഈ പാർട്ടി പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയാണ് എല്ലായിടത്തും നമ്മൾ ചർച്ചകൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് ബാധിക്കുമോ? എവിടെയെങ്കിലുമൊക്കെ പ്രാക്ടിക്കലി കോംപ്രമൈസ് ചെയ്യേണ്ട സാഹചര്യം ഇനിയും ഉണ്ടാകുമോ? അല്ല, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ താല്പര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സുപ്രധാനമായിട്ടുള്ള ദൗത്യമെന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ താല്പര്യം, ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള നയങ്ങളും പരിപാടികളുമാണ് ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നത്. അത് ഇനിയും തുടരും. 2016-ലും 2021-ലും മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തുള്ളത് BJPയാണ്. 2016-ൽ V. മുരളീധരനെ 7347 വോട്ടുകൾക്ക് തോൽപ്പിച്ച കടകംപള്ളി 2021-ൽ ശോഭാ സുരേന്ദ്രനെ കീഴടക്കിയത് 23497 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു. 2020 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPയുമായി 12490 വോട്ടുകളുടെ വ്യത്യാസമാണ് ഇടതുമുന്നണിക്കുണ്ടായിരുന്നത്. അത് ഗണ്യമായി മെച്ചപ്പെടുത്താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളിക്ക് സാധിച്ചുവെന്നാണ് നിരീക്ഷണം. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1909 വോട്ടിന്റെ വ്യത്യാസമാണ് LDFും BJPയും തമ്മിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിന്റെ വികസനം, 2 മുന്നണികളുടെ മാറി മാറിയുള്ള ഭരണത്തിൽ മുരടിച്ചുപോയ സംസ്ഥാനത്തിന്റെ വികസനം, ആ വികസനം സാധ്യമാക്കുന്ന ഒരു വിധിയെഴുത്ത്, ആ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യം നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കഴക്കൂട്ടം ഇത്തവണ BJPയുടെ അക്കൗണ്ടിൽ കയറുമെന്നാണ് സ്ഥാനാർത്ഥി V. മുരളീധരന്റെയും BJPയുടെയും അവകാശവാദം. 2016-ൽ കടകംപള്ളിയോട് മത്സരിച്ചപ്പോൾ 42732 വോട്ടുകളാണ് മുരളീധരന് കിട്ടിയത്. നിലവിൽ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്താണ് BJP.
കൂടാതെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് 28 വാർഡുകളിൽ ജയിക്കാനും സാധിച്ചിരുന്നു. 2021 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴും നേരിയ കുറവ് വോട്ട് ഷെയറിൽ വന്നെങ്കിലും 2ാം സ്ഥാനം തന്നെ BJP നിലനിർത്തി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJP പിടിച്ചെടുത്തതും ഉപകരിക്കുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവിടുത്തെ വോട്ടർമാരുമായിട്ടും ജനങ്ങളുമായിട്ടുമൊക്കെ സംവദിക്കുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന വ്യാപകമായും ദേശീയ ജനാധിപത്യ സഖ്യം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ഇപ്പോൾ അതുകൊണ്ട് മാധ്യമപ്രവർത്തകരടക്കം പണ്ട് ഞങ്ങളോടൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചിരുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ എന്ന്. ഇപ്പോൾ ആ ചോദ്യം ആരും ചോദിക്കുന്നില്ല. എത്ര സീറ്റ് കിട്ടും, ഒറ്റയക്കമായിരിക്കുമോ ഇരട്ടയക്കമായിരിക്കുമോ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ അത് തന്നെ വ്യക്തമാക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ യുദ്ധം അമേരിക്കയും ഇറാനും ഒക്കെ തമ്മിലാണെങ്കിൽ കൂടി ഗ്യാസ്, LPGയുടെ പ്രശ്നം, ഇന്ധനം സംബന്ധിച്ച എത്രമാത്രം ക്ഷാമമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ആശങ്ക ഒക്കെ നിലനിൽക്കുകയാണ്. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ചർച്ചകളിലേക്ക് പോകും? ഈ ഗ്യാസിൻ്റെ പ്രശ്നം, വീട്ടാവശ്യത്തിനുള്ള ഗ്യാസിന് ഒരു പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ അനാവശ്യമായിട്ട് പരിഭ്രാന്തി ഉണ്ടാക്കരുത് എന്നുള്ള വിനയപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഈ വീട്ടാവശ്യത്തിനുള്ള LPGക്ക് അപ്പുറത്തേക്ക് പല ബിസിനസ് സംരംഭങ്ങൾ, ചെറിയ തട്ടുകടകൾ ഉൾപ്പെടെ ജീവിക്കുന്ന ജീവനോപാധിയാണ് പലതും. അതിനൊക്കെ ബാധിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനെയൊക്കെ മറികടക്കാനുള്ള ശേഷി നരേന്ദ്രമോദി സർക്കാരിനുണ്ട് എന്നുള്ളത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലുള്ള സംഘർഷങ്ങളിൽ, ലോകത്ത് സംഘർഷം ആദ്യമായിട്ടുണ്ടാവില്ല, ഇതിനു മുമ്പുള്ള സംഘർഷങ്ങളിൽ ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ യുദ്ധം നിർത്തിവെച്ചിട്ടാണെങ്കിൽ പോലും ഇന്ത്യക്കാരായിട്ടുള്ള പൗരന്മാരെ തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചിട്ടുള്ളൊരു സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സർക്കാരിന് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ശരി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മണ്ഡലത്തിൽ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള ചൂടേറിയ ചർച്ചകൾ നടക്കുന്നു. ഒരു ഭാഗത്ത് സ്വർണ്ണക്കൊള്ള ചർച്ചയാകുമ്പോൾ തന്നെ ഇപ്പുറത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം CPM BJP ഡീലാണ്. ഡീല് വിവാദവും ശബരിമല വിഷയവും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? എന്താണ് ഇതിലൊരു പ്രതിരോധം? എങ്ങനെയാണ്? അല്ല, ഇതിൽ പ്രതിരോധമൊന്നുമില്ല. ഇതിൽ ഡീൽ നടത്തുന്നത് CPM കോൺഗ്രസും തമ്മിലാണ്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ എന്തുകൊണ്ട് സ്ഥിരമായിട്ട് CPI മത്സരിക്കുന്നു? എന്തുകൊണ്ട് ഒരിക്കൽ പോലും CPM അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല? എന്തുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് CPI തന്നെ മത്സരിക്കുന്നു? ഈ ഡീലല്ലേ നടക്കുന്നു. അപ്പോൾ അത് മറച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ആരോപണം എന്നുള്ളതിനപ്പുറത്ത് CPM പോലത്തെ ഒരു പാർട്ടിയുമായിട്ട് BJPക്ക് ഒരു ധാരണ ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. ആശയപരമായിട്ടും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല, രാഷ്ട്രീയമായിട്ടും ഞങ്ങൾക്ക് അവരുമായിട്ട് യോജിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവർ തമ്മിലാണ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. കോൺഗ്രസും CPM ഒക്കെ ഒരുമിച്ചാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. ദേശീയ തലത്തിൽ അവരാണ് ഒരുമിച്ച് നിൽക്കുന്നത്. ഡീലല്ല, അവർ തമ്മിൽ അവരൊരു സഖ്യത്തിലെ 2 പാർട്ടികളാണ്. ഇവിടെ വരുമ്പോൾ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാറി നിന്ന് മത്സരിക്കുന്നു എന്ന് മാത്രം. കേരളത്തില് അറിയില്ല, കമ്മ്യൂണിസ്റ്റ്. അവരിതുവരെ ചെയ്ത കാര്യങ്ങൾ കുറച്ചും കൂടെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വളരെ ഡിഫിക്കൽട്ട് ക്രൈസിസിലും അവർ വളരെ നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് വരണം എന്നാണ്. ജയിക്കുന്നതിന് ഇന്നുവരെ കണ്ട അനുഭവങ്ങൾക്ക് മാത്രം പോരെ. ഈ 10 വർഷം കേരളം, ഇനി ഇവരല്ലാതെ വേറൊരു പാർട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ 30 വർഷം പിന്നിലോട്ട് അടിക്കും. വാട്ട് കൂടുതലാക്കി കിട്ടും, അവർ ജയിക്കും. സ്ഥാനാർത്ഥി ഞാൻ നോക്കണതിന് എൻ്റെ മക്കളാ, എൻ്റെ അമ്മച്ചി വെച്ചത്, എൻ്റെ അമ്മാവൻ്റെ മക്കളാ, എൻ്റെ കുടുംബത്തുള്ള. ഇതൊന്നും നമ്മൾ ആര് വന്നാലും കാളാൻ ഊലി ഇറന്നാല് നമ്മളിത് കൊണ്ട് കിടന്ന് ഗണ്ടിയിൽ ഇല്ലെങ്കിൽ അത് പോക്കും. വോട്ട് ചെയ്യും. അത് അന്നേരം അവിടെ ചെല്ലുമ്പോൾ ആദ്യം തോന്നും അധികം കിട്ടിച്ചിരിക്കും.
കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ശരത്ചന്ദ്ര പ്രസാദ് ആദ്യം തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നായിരുന്നു സൂചന. എന്നാൽ പിന്നീട് പാർട്ടി അദ്ദേഹത്തെ കഴക്കൂട്ടത്തേക്ക് നിയോഗിച്ചു. സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം CPM BJP ഡീലും ഉയർത്തിയാൽ സർക്കാർ വിരുദ്ധ BJP വിരുദ്ധ വോട്ടുകൾ കൈപ്പത്തിയിലേക്ക് ഒഴുകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. 1965 രൂപീകരിച്ച ഈ മണ്ഡലത്തിൽ നിന്നാണ് 77 ഉപതെരഞ്ഞെടുപ്പിൽ 8000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. ആദ്യകാലത്ത് UDFന്റെ ശക്തമായ കോട്ടയായിരുന്ന കഴക്കൂട്ടം പിന്നീട് ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞതോടെ UDFന്റെ ഭൂരിപക്ഷവും കുറഞ്ഞു തുടങ്ങുകയായിരുന്നു. 82-ൽ MM ഹസൻ 1193 വോട്ടുകൾക്കാണ് CPM സ്ഥാനാർത്ഥി തോപ്പിൽ ധർമ്മജിനെ പരാജയപ്പെടുത്തുന്നത്. 87-ൽ നബീസ ഉമ്മാളിനെ സ്വതന്ത്രയായി മത്സരിപ്പിച്ച ഇടതുപക്ഷം ജയം കണ്ടു. പിന്നീട് CPM വിട്ടെത്തി CMP സ്ഥാപിച്ച മുൻമന്ത്രി MV രാഘവന് 91-ൽ UDF അവസരം നൽകിയത് കഴക്കൂട്ടത്തായിരുന്നു. അന്ന് നബീസ ഉമ്മാളിനെ 689 വോട്ടുകൾക്കാണ് MV രാഘവൻ പരാജയപ്പെടുത്തിയത്. 96-ൽ സ്വതന്ത്രൻ EA റഷീദിനെ വീഴ്ത്തി കടകംപള്ളി ആദ്യ വിജയം സ്വന്തമാക്കുന്നു. മണ്ഡലത്തിലെ സാഹചര്യം വളരെ UDFന് അനുകൂലമാണ്. പ്രത്യേകിച്ച് കഴക്കൂട്ടം മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു അടിത്തറ ഉള്ള മണ്ഡലമാണ്. കഴക്കൂട്ടത്ത് ശ്രീ തലയക്കുന്നിൽ ബഷീർ MLA ആയ സമയം മുതൽ എനിക്ക് കഴക്കൂട്ടുമായിട്ട് ഞാൻ ചെമ്പഴന്തി SN കോളേജിലെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ബന്ധമുള്ളതാണ്. അത് കഴിഞ്ഞ് ശ്രീ AK ആൻ്റണി അവിടുത്തെ ജനപ്രതിനിധിയായി, പിന്നീട് ശ്രീ MM ഹസൻ ആയി 2 പ്രാവശ്യമായി, ശ്രീ MA വാഹിദ് അവിടെ 3 പ്രാവശ്യം ജനപ്രതിനിധിയായി. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ അടിത്തറയാണ് കഴക്കൂട്ടമെന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ സമയങ്ങളിൽ പിന്നെ MV രാഘവൻ ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ, ഒരു ചെറിയ കാലഘട്ടത്തിൽ ഒരു ചെറിയ ഇറോഷൻ എന്ന് പറയാൻ കഴിയില്ല, ഒരു വോട്ടർമാരുടെ ഇടയിൽ ഒരു സ്തംഭനാവസ്ഥ, കുറേ UDFൻ്റെ കുറച്ച് വോട്ടർമാർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ UDFൻ്റെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ വന്നാൽ ഇത് UDFൻ്റെ മണ്ഡലമാണ്. പാർലമെൻറ്റ് ഇലക്ഷനും നമുക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ സമയങ്ങളിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങളുടെ ഈ വാർഡിൽ തന്നെ, ഈ ഡിവിഷനിൽ തന്നെ ഒരു വോട്ടിന് തോറ്റ കൗൺസിലർമാർ വരെ ഉണ്ട്. ചെറിയ വോട്ടിന് തോറ്റുണ്ട്, വലിയ വോട്ടിന് തോറ്റ 1-2 കൗൺസിലർമാരൊക്കെ ഉണ്ട്, സ്ഥാനാർത്ഥികളുമുണ്ട്. ഇവിടെ ഭദ്രമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർക്കെതിരെയുള്ള ഒരു ജനവികാരം പ്രകടമാണ് ഇവിടെ. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് SIRൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു ഡിവിഷൻ, പിന്നെ ഇപ്പോൾ ഗ്യാസ്, പാചകവാതകത, ഇന്നും ആൾക്കാർ ഞങ്ങളടുത്ത് പറഞ്ഞത് മെഡിക്കൽ കോളേജ് ഭാഗത്ത് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ള സ്ഥിതിയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇന്ന് അതിനെക്കാട്ടി അപ്പുറമായി മാറി. ഇന്നിപ്പോൾ ഒരു കൊലയറയായി മെഡിക്കൽ കോളേജ് മാറിയ വാർത്തയാണ് നമുക്ക് കേൾക്കുന്നത്. ടെക്നോ പാർക്കിൽ പോലും ജീവനക്കാർക്ക് ഭക്ഷണം കിട്ടാത്ത സ്ഥിതി. കൂലിവേല ചെയ്യുന്നവർക്ക് തെരുവിൽ പോയാൽ ഒരു ചായയോ ഒരു ചെറിയ ലഘുഭക്ഷണമോ കഴിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതി. അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അതിഭയങ്കരമായ വികാരമാണ്. 2001-ൽ കോൺഗ്രസ് നേതാവായിരുന്ന MA വാഹിദ് സ്വതന്ത്രനായി മത്സരിച്ച 2 മുന്നണികളെയും തോൽപ്പിച്ച മണ്ഡലം പിടിച്ചു. ലീഗിനായിരുന്നു UDFൽ സീറ്റ്. 2016 വരെ വാഹിദ് മണ്ഡലം നിലനിർത്തി. 2016-ൽ BJP ശക്തമായി വോട്ട് പിടിച്ചതോടെ വാഹിദ് 3ാമതായി. കടകംപള്ളി വീണ്ടും നിയമസഭയിലേക്കെത്തി. 2011-ൽ MA വാഹിദിലൂടെ വിജയിച്ച മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് ഇത്തവണ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പിന്നെ സംസ്ഥാന സർക്കാരിനെതിരെയാണെങ്കിൽ പറയുകയും വേണ്ട. എന്താ വികാരം! ഈ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച ഇടതുപക്ഷ മുന്നണി പിണറായി ഗവൺമെൻറ്, ഈ 2ാം പിണറായി ഗവൺമെൻറ് സമയത്താണ്, 1ാം പിണറായി ഗവൺമെൻറ് സമയത്ത് അഴിമതിയിലൊക്കെ പുറത്തു വന്നത്. ഒരു അഴിമതിയുമില്ല എന്ന് പറഞ്ഞു നടന്ന ആളുകൾ എല്ലാം സമ്പൂർണ്ണ അഴിമതിയായി മാറി. പ്രത്യേകിച്ച് സ്വർണം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം, ഇതൊരു ആളുകളുടെ മനസ്സിൽ, വിശ്വാസികൾ എന്ന് ഞാൻ പറയുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിൽ മാത്രമല്ല, മറ്റു സമുദായക്കാരുടെ മനസ്സിൽ പോലും. കാര്യം ഈശ്വര വിശ്വാസികൾക്ക് അവരുടെ ദേവാലയങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് സംശയിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയം വന്നപ്പോഴും ഇപ്പോൾ ശബരിമല ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ കേരളത്തിലെ സാമുദായം നോക്കാതെ, മതം നോക്കാതെ ആളുകൾ പ്രതിഷേധിച്ചത്. ആ ഒരു രൂപം അത് യഥാർത്ഥത്തിൽ കഴക്കൂട്ടത്താണ് പ്രതിഫലിക്കാൻ പോകുന്നത്. ഈ സ്വർണ്ണം കൊള്ളയുടെ പ്രധാന തന്തുവായി അല്ലെങ്കിൽ ഒരു കേന്ദ്രമായി നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്ന് ജനങ്ങൾ തന്നെ പറയുന്നൊരു സ്ഥിതിയാണ്. ഇപ്പോൾ രസകരമായ സംഭവം,
ഇന്നലെ ഇന്നൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ ശബരിമലയെക്കുറിച്ചുള്ള പാട്ടുകളിട്ട്. അപ്പോൾ ഒരാൾ പറയുകയാണ്, ഈ ശബരിമലയെക്കുറിച്ച് പാട്ടിടുന്ന മനഃപൂർവ്വമാണ്, ഇലക്ഷൻ ബേസ് ചെയ്യുന്നതാണ്. ശബരിമലയെക്കുറിച്ച് പാട്ടിടുന്നതിന് ഇലക്ഷൻ എന്താ? പക്ഷേ ശബരിമലയെന്ന് കേൾക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്കും മനസ്സിലൊരു അങ്കലാപ്പാണ്. അത് ജനങ്ങൾ സംസാരിക്കുന്ന കാര്യമാണ്. ഞങ്ങളൊക്കെ മാധ്യമങ്ങളിലൊക്കെ വായിച്ചത് കടകംപള്ളി സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കൂല എന്നുള്ളതായിരുന്നു. പക്ഷേ പാർട്ടി കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞത് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയെ ഗവൺമെൻറ്റും പാർട്ടിയും അത് കുറ്റവാളികളെ കണ്ടെത്തി അല്ലെങ്കിൽ ഇത് LDF അംഗീകരിക്കുന്നു എന്ന സ്ഥിതി വരുന്നത്. അതുകൊണ്ടാണ് കടകംപള്ളി മത്സരിക്കാൻ പറ്റുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട, കടകംപള്ളി വളരെ താഴത്തോട്ട് പോകും. LDF ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ വളരെ താഴത്തോട്ട് പോകും. CPMന്റെ ബ്ലോക്ക് മെമ്പർ ആനി അശോകൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാജിവെച്ച BJPയിലേക്ക് പോയത് CPM BJP ഡീൽ വിവാദം ആരോപിച്ചായിരുന്നു എന്നതാണ് രസകരം. BJP സ്ഥാനാർത്ഥിയുടെ സാമ്പത്തിക മുന്നേറ്റമാണ് നടക്കുന്നത്. വോട്ടർമാരെ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള BJPയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ തന്ത്രം കഴക്കൂട്ടത്തും പ്രയോഗിക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ കണ്ടുവരുന്നത്. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പ്രശ്നം ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്ന നിരവധി പ്രദേശങ്ങളുള്ള ഇടമാണ്. ദേശീയപാത വികസനം ഗതാഗതക്കുരുക്ക് അഴിച്ചെങ്കിലും ചെറിയ മഴയിൽ പോലും റോഡിന് ഇരുവശവുമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് പതിവാവുകയാണ് എന്ന് ജനങ്ങൾ പറയുന്നു. ബഹിഷ്കരണോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഈ സാധനങ്ങളുടെ വില കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത എന്തെങ്കിലും നല്ല കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവണം. അത് അത്ര അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പാർട്ടിയുടെ കാര്യം പറയാനായിട്ടില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും ഫലമുള്ള നമ്മളെ പോലെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണമുള്ള. 10 വർഷമല്ല 23 വർഷമായി ഞങ്ങൾ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്ക് ബോണസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡെയിലി 450 അവസ്ഥയിലാണ് ജോലി ചെയ്യണത്. അല്ലാതെ പ്രത്യേകിച്ചൊരു വേറുള്ള ഒരു ആനുകൂല്യങ്ങളും ഇല്ല. സംസാരിച്ചു കുറേ പ്രാവശ്യമൊക്കെ നമ്മളത് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നും നടന്നില്ല. എന്തൊക്കെ പരിഗണന വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം? ആൾക്കാരെ നോക്കിയിട്ടാണോ വോട്ട് ചെയ്യുന്നത്, അത് രാഷ്ട്രീയം നോക്കിയിട്ടാണോ? നമ്മളെ വ്യക്തിപരമായിട്ടുള്ള ഇത് വെച്ച് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായവർ വിദഗ്ധ ചികിത്സയ്ക്ക് ആശ്രയിക്കുന്ന തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് കഴക്കൂട്ടം മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യ കേരളയെ സംബന്ധിച്ച് അടുത്തിടെ ഉയർന്ന വിവാദങ്ങളൊക്കെ മണ്ഡലത്തിൽ ചർച്ചയാകുമെങ്കിലും ഡോക്ടർമാരുടെ സമരമടക്കം ഇവിടെയുള്ള ജനങ്ങളെ നേരിട്ട് സ്വാധീനിച്ചേക്കാമെന്നാണ് സൂചന. ഇത്തവണത്തെ ഇലക്ഷൻ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂട് കുഴപ്പമില്ല, വലിയ ചൂടാണ്. 37 ഡിഗ്രി ചൂടുണ്ട് ഇപ്പോഴും. ഇലക്ഷന്റെ ചൂട് എങ്ങനെയുണ്ട്? ഇലക്ഷന്റെ ചൂടായിട്ടില്ലല്ലോ. വന്നില്ലേ? ഇല്ല, വന്നോണ്ടിരിക്കുന്ന ഒന്നും പോയൊക്കെ വരുന്നു. എങ്ങനെയുണ്ട് പൊതുവെ വലിയ കുഴപ്പമില്ല. കടാമ്പള്ളി ആയിരിക്കണം. കടാമ്പള്ളിയാണ്. അത് ആരോപണമൊക്കെ പറയണവർക്ക് പറഞ്ഞോണ്ടിരിക്കട്ടെ. ആരോപണം പറയണവർക്ക് പറയാം, എനിക്ക് വേണമെങ്കിലും പറയാം, മറ്റുള്ളവർക്ക് വേണമെങ്കിലും പറയാം എന്നും പറഞ്ഞ് ജയിക്കാതിരിക്കും. ജനങ്ങൾ മനസ്സിൽ വന്നതാണ്. ഇനി മാറ്റമില്ല. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥി കോൺഗ്രസ് ജയിക്കും. 100% ഉറപ്പ്. എന്തുകൊണ്ട് അവർ ഇത്ര നാൾ തോറ്റു കാണുന്നല്ലേ? 10 കൊല്ലം ഭരിച്ച് അവർക്ക് കൊടുത്തില്ലേ? ഞാൻ 10 കൊല്ലം അവർക്ക് കൊടുക്കണ്ട്. 5 കൊല്ലം കൊള്ളാന്ന് 5 കൊല്ലം പോയി. അത് നമുക്ക് അറിഞ്ഞൂടാ. അത് അവരെ കാര്യം. ജയിക്കുന്നു, അവർ മോട്ടിക്കുന്നു, അവർ കൊണ്ടുപോകുന്നു. നമ്മളാരും ഒന്നും കൊണ്ടുപോകില്ല. സംസ്ഥാനത്ത് വികസനവും അഴിമതിയും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന 2 മണ്ഡലങ്ങളാണ് വട്ടിയൂർക്കാവും കഴക്കൂട്ടവും. ഈ 2 മണ്ഡലങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ് ആക്കുളം കണ്ണാടിപ്പാലം വിവാദം. ആക്കുളം കണ്ണാടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലാണെങ്കിൽ VK പ്രശാന്ത് MLA മത്സരിക്കുന്ന വട്ടിയൂർക്കാവിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയായി 1 വർഷത്തോളമായിട്ടും സഞ്ചാരികൾക്ക് ഈ പാലം തുറന്നുകൊടുക്കാനായിട്ടില്ല.
സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിൽ സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി കൊണ്ടുവന്ന കണ്ണാടിപ്പാലം പദ്ധതി കൂടിയാണിത്. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് തോന്നുന്നത്. പിന്നെ ഒരു 10 വർഷം അവർക്ക് വേണ്ടി നമ്മൾ കളഞ്ഞ് ഒരു പഴയതുപോലെ ഒക്കെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇപ്പോൾ ഇല്ല. ട്രാൻസ്പോർട്ടായിരുന്നാലും ബാക്കി സംവിധാനങ്ങളായിരുന്നാലും ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു 4,50,000 കോടി രൂപ കടമാണ് ഇപ്പോൾ കേരളത്തിൽ. ഇതിപ്പം അതും വെച്ചുകൊണ്ടാണ് ഇനി അടുത്ത ഗവൺമെൻറ് വരാൻ പോണത്. അവരെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു ഭരണമാറ്റം നല്ലതാണ്. ഏത് പാർട്ടി ജയിച്ചാലും കൊള്ളാം, പാവങ്ങളെ ദ്രോഹിക്കുന്നവരേ ഉള്ളൂ. അപകന്മാരെ ഗവൺമെൻറ് മൊത്തം കട്ട് തിന്നണതല്ലാതെ ഒരു ഗുണവും നമുക്കില്ല. പിന്നെ അതുകൊണ്ട് ആർക്കും വോട്ട് കൊടുക്കണമെന്ന് താല്പര്യമില്ല. ഇത്തവണ വോട്ട് ചെയ്യൂലേ? വോട്ട് ചെയ്യാൻ പോകണമെന്ന് ഒരു താല്പര്യമില്ല. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടാൽ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണം. ഓരോ സാധനത്തിനും വിലക്കയറ്റവും ടാക്സും എല്ലാം നമ്മളെ ദ്രോഹിക്കണതല്ലാതെ ഒരു നേട്ടമില്ല. ഈ 10 വർഷക്കാലമായി ഇവർ ഭരിച്ചിട്ടും ഒരു നേട്ടമില്ല. അതേസമയം 3 മുന്നണികളുടെയും പാർട്ടി വോട്ടുകൾക്കപ്പുറം SNDP NSS വോട്ടുകൾ കഴക്കൂട്ടത്ത് നിർണായകമാണ്. 2 തവണയും കടകംപള്ളിക്കൊപ്പം നിന്ന ഈ വോട്ടുകൾ ഇത്തവണയും കടകംപള്ളിക്ക് തുണയാകുമോ? സ്വർണ്ണക്കൊള്ളയിൽ തട്ടി BJPയിലേക്കും കോൺഗ്രസിലേക്കും ഒഴുകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സാമൂഹികമായി ഏറെ വൈകാരികമായി പ്രതികരിക്കുന്ന മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നിർണായക ഘടകമായി മാറുന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജനവിധിയെ സ്വാധീനിക്കുന്നത് തൊഴിലും ജീവിത സാഹചര്യങ്ങളും കൂടിയാണ്. നായർ, ഈഴവ, നാടാർ വോട്ടുകളും വോട്ടിങ്ങിനെ സ്വാധീനിക്കും. വികസനവും കുടിയേറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. അതേസമയം ഇത്തവണ മണ്ഡലത്തിൽ നിന്ന് ആര് ജയിച്ച നിയമസഭ കണ്ടാലും അത് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ തിരുത്തിക്കുറിക്കുന്ന ജനവിധിയായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.